കാലാവസ്ഥയും അലർജിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ചില ആളുകൾക്ക് വാവിൻ്റെ സമയത്ത് ശ്വാസം മുട്ടൽ കൂടുതലാകുന്നതായിട്ട് അവർക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. അതേപോലെ മഴക്കാലത്ത് ഈർപ്പം നിൽക്കുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് ഫംഗസ് ഉണ്ടാകുകയും ആ ഫംഗൽ സ്പോർസ് ഇൻഹേൽ ചെയ്യുന്നതുകൊണ്ട് മൂക്കടപ്പ്, തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ചില ആളുകൾക്ക് ചൂടുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ പൊടിയുള്ളിടത്തായിരിക്കും കൂടുതലായിട്ട് പ്രശ്നമുണ്ടാവുക. ഡസ്റ്റ് മൈറ്റ്സ് കൂടുതലാകുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തണുപ്പും ചൂടും എന്നതിനേക്കാൾ ആ കാലാവസ്ഥയിലുള്ള വ്യത്യാസവും ആ എൻവയൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സുമാണ് ഇതിൽ കൂടുതലായിട്ടും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ചില കൊച്ചുകുട്ടികൾക്ക് കരയുമ്പോഴേക്കും ശ്വാസം മുട്ടലും ചുമയും കൂടുതലാകാറുണ്ട്. ഇമോഷണൽ വേരിയേഷൻസ്, ചിലർ പറയാറുണ്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ ശ്വാസം മുട്ടൽ കൂടുമെന്ന്. നമുക്ക് അത്ഭുതം തോന്നും, ഈ ചിരിക്കുമ്പോഴെങ്ങനെയാണ് ശ്വാസം മുട്ടലും ചുമയും ഉണ്ടാകുന്നതെന്ന്.